ഒരിക്കൽ വൃന്ദാവനത്തിൽ രാധാകൃഷ്ണ ഭക്തിയോടുകൂടെ ഒരാൾ വന്നു. ഇനിയുള്ള ജീവിതം വൈഷ്ണവ വിശ്വാസങ്ങളിലേക്ക് മാറ്റിവെക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട്. അയാളുടെ പേര് ദുഃഖി എന്നായിരുന്നു. എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന ആളായിരുന്നു അദ്ദേഹം. എപ്പോഴും ദുഃഖിച്ചിരിക്കുന്ന ആളായതുകൊണ്ട് ആൾക്കാർ അദ്ദേഹത്തെ കളിയാക്കി വിളിക്കുന്ന പേരായിരുന്നു ദുഃഖി എന്ന്. എന്നും നിധിവനമൊക്കെ അടിച്ചു തൂത്ത് വൃത്തിയാക്കി ഇടുന്ന ആളായിരുന്നു അദ്ദേഹം. അങ്ങനെ ഒരു ദിവസം നിധിവനം വൃത്തിയാക്കുമ്പോൾ അദ്ദേഹത്തിന് അവിടെ നിന്നും ഒരു പാദസരം കിട്ടി. ആ പാദസരം കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് എന്തോ ഒരു ദിവ്യത അനുഭവപ്പെട്ടു. ആ പാദസരം ഒരു സാധാരണ സ്ത്രീ അണിയുന്നതല്ലെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. രാധാറാണിയുടെ തികഞ്ഞ ഭക്തനായ അദ്ദേഹം ഇനി ഈ പാദസരം രാധാറാണിയുടെ എങ്ങാനും ആയിരിക്കുമോ എന്ന് മനസ്സിൽ വെറുതെ ഒന്ന് വിചാരിക്കുകയും ചെയ്തു. കാരണം നിധിവനത്തിലെ രാത്രികാലങ്ങളിൽ രാധാകൃഷ്ണന്മാർ ഗോപികമാരോടൊത്ത് രാസലയിലേക്ക് എത്തുന്നുണ്ടെന്നാണല്ലോ പറയപ്പെടുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പാദസരം രാധാറാണിയുടെ ആയിരിക്കുമോ എന്ന് സംശയിക്കാൻ കാരണം. ഒരുപാട് നിഗൂഢതകൾ നിറഞ്ഞ നിധിവനത്തിൻ്റെ അത്ഭുത കഥകളെപ്പറ്റി അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഞാൻ മുൻപ് നിധിവനത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. എല്ലാവരും അതൊന്ന് കണ്ടു നോക്കണേ. സന്ധ്യ കഴിഞ്ഞാൽ നിധിവനത്തിലോട്ട് ആരെയും കടത്തിയൊന്നും വിടില്ല. കവാടങ്ങളൊക്കെ അടച്ചിരിക്കും. പിന്നെ നിധിവനത്തിൻ്റെ പരിസരത്തുള്ള കെട്ടിടങ്ങളുടെയും വീടുകളുടെയും ഒക്കെ അങ്ങോട്ട് ആ ഭാഗത്തോട്ടുള്ള ജനാലകളൊക്കെ കറുത്ത തുണികൾ കൊണ്ട് മറച്ചു വെച്ചിരിക്കുന്നതായിട്ട് കാണാം. അറിയാതെ പോലും ആ ഭാഗത്തേക്ക് നോക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് കഥയിലോട്ട് വരാം. ഇങ്ങനെയുള്ള ഈ നിധിവനത്തിൽ നിന്നും കിട്ടിയ പാദസരം രാധാറാണിയുടെ ആയിരിക്കുമോ എന്ന് സംശയിക്കുകയാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഊഹം തെറ്റിയില്ല. ആ പാദസരം രാധാറാണിയുടേത് തന്നെയായിരുന്നു. നിധിവനത്തിലെ രാസലീലയാടാൻ എത്തിയപ്പോൾ അതവിടെ നഷ്ടപ്പെട്ടതാണ്. രാധാറാണി ആകട്ടെ അങ്ങ് ഗോലോകത്തെത്തിയതിനു ശേഷമാണ് പാദസരം നഷ്ടമായത് അറിയുന്നത്. രാധാദേവിക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ആ പാദസരം. രാധാറാണി ഈ വിവരം തൻ്റെ പ്രിയപ്പെട്ട സഖിയോട് പറഞ്ഞു. പാദസരം തിരികെ കൊണ്ടുവരുന്നതിന് നിധിവനത്തിലേക്ക് സഖിയെ അയച്ചു. ദുഃഖിയുടെ കയ്യിൽ നിന്നും പാദസരം തിരികെ മേടിക്കാൻ ലളിത എന്ന സഖി ഒരു വൃദ്ധയുടെ വേഷമണിഞ്ഞ് അദ്ദേഹത്തെ സമീപിച്ചു. എന്നിട്ട് ഇതെൻ്റെ മരുമകളുടെ പാദസരമാണെന്നും അത് തിരികെ നൽകണമെന്നും ദുഃഖിയോട് ആവശ്യപ്പെട്ടു. എന്നാൽ ലളിത സഖിയെ കണ്ടയുടൻ തന്നെ അദ്ദേഹത്തിന് ഒരു ദിവ്യത അനുഭവപ്പെടുകയും വന്നിരിക്കുന്നത് ഒരു സാധാരണ വ്യക്തിയല്ലെന്ന് മനസ്സിലാകുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ പാദസരം അണിയുന്നയാൾ, അതായത് അതിൻ്റെ ഉടമസ്ഥ വന്നാൽ മാത്രമേ പാദസരം നൽകുകയുള്ളൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ലളിത സഖി പാദസരം തിരികെ വാങ്ങാൻ പല വിദ്യകളും പരീക്ഷിച്ചുവെങ്കിലും അതൊന്നും അദ്ദേഹം ചെവിക്കൊണ്ടില്ല. അവസാനം മറ്റു വഴികളൊന്നുമില്ലാതെ ഈ വിവരം ലളിത സഖി രാധാറാണിയോട് പറഞ്ഞു. രാധാറാണിക്കറിയാം അദ്ദേഹം തൻ്റെ പരമഭക്തനാണെന്ന്. രാധാറാണി അദ്ദേഹത്തെ ഗോലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടു ചെല്ലുവാൻ ലളിത സഖിയോട് പറഞ്ഞു. ലളിത സഖി അദ്ദേഹത്തിൻ്റെ കണ്ണ് കെട്ടി ഗോലോകത്തിലെത്തിച്ചു. അദ്ദേഹത്തിന് രാധാറാണിയുടെ ദർശനം ലഭിച്ചു. രാധാറാണിയെ കണ്ട മാത്രയിൽ തന്നെ അത്യധികം ഭക്തിയോടുകൂടി അദ്ദേഹം ആ പാദസരം ദേവിയുടെ പാദങ്ങളിൽ സമർപ്പിച്ചു. രാധാറാണിയെ കണ്ട നിമിഷം ദുഃഖങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൽ നിന്നും അകന്നുപോയി. അന്നാണ് ആനന്ദം എന്തെന്ന് അദ്ദേഹം അറിയുന്നത്. വളരെ സന്തോഷത്തോടുകൂടി തൻ്റെ പാദങ്ങൾ സ്പർശിച്ചിരിക്കുന്ന ദുഃഖിയുടെ നെറ്റിയിൽ ആ പാദസരം എടുത്ത് പതിയെ ഒന്ന് തൊട്ടു രാധാദേവി. ഇനിയെന്നും ആനന്ദത്തോടെ ജീവിക്കണമെന്നും അദ്ദേഹത്തോട് രാധാറാണി പറഞ്ഞു. രാധാറാണി പാദസരം കൊണ്ട് സ്പർശിച്ച അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ അതിൻ്റെ ഒരു അടയാളം ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് ഒരിക്കലും അദ്ദേഹത്തെ ആരും ദുഃഖത്തോടെ കണ്ടിട്ടില്ല. ദുഃഖിതനായിരുന്ന അദ്ദേഹത്തിൻ്റെ മുഖത്ത് എന്നും ആനന്ദം മാത്രമായിരുന്നു. ദുഃഖിദാസ് എന്നറിയപ്പെട്ടിരുന്ന അദ്ദേഹം പിന്നീട് ശ്യാമാനന്ദൻ എന്ന പേരിൽ അറിയപ്പെട്ടു. രാധാറാണി ഗോലോകത്ത് വെച്ച് അദ്ദേഹത്തിന് സമ്മാനമായി നൽകിയ രാധാകൃഷ്ണ വിഗ്രഹമാണിത് കേട്ടോ. ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൻ്റെ പേരാണ് രാധാ ശ്യാം സുന്ദർ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ദുഃഖങ്ങളെയെല്ലാം അകറ്റുന്ന ആനന്ദത്തിൻ്റെ ചൈതന്യം നമ്മിലേക്ക് പകർത്താൻ കഴിയുന്ന രാധാദേവിയെയാണ്.